ഇവിടുത്തെ വീടുകളെ കുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ വീടുകളെല്ലാം നമ്മൾ കുറച്ച് ഉള്ള ഏരിയ ആണെങ്കിലും ഏകദേശം എല്ലാ വീടുകളും ഒരുപോലെ ഇരിക്കും വലിപ്പത്തിൽ മാത്രം. ആ കാണുന്നതെല്ലാം കടകളാണ് കേട്ടോ. ആ ഷോപ്പ് പഴയ ബിൽഡിംഗ് എല്ലാം കടകളാണ്. ഇവിടെ വീടുകൾക്കെല്ലാം കളർ ഏകദേശം കോമൺ ആയിരിക്കും. എല്ലാ വീടുകൾക്കും ഏകദേശം ഒരു കളറ്, ഒരു 5-6 കളറുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ ഡിസൈൻ മാത്രം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചെയ്യും. എല്ലാ വീട്ടിലും പിന്നെ നമ്മുടെ നാട്ടിലെ പന പോലെ, തെങ്ങ് പോലെ എല്ലാവിടെയും പനിയുണ്ടാവും, ഈന്തപ്പനി ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഈ ഇലന്തിപ്പഴം പറയണ ആ മരത്തിൻ്റെ ഇതാണ് കേട്ടോ. ഡസ്റ്റ്ബിന്ന് നമുക്ക് ഈ ആൾക്കാരുടെ ജനവാസ കേന്ദ്രം അങ്ങനെയുള്ളവിടെ എല്ലാം ഒരു 100 മീറ്ററിൽ ഒരെണ്ണമെങ്കിലും നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ഓറഞ്ച് മരമാണ് ഈ കാണുന്നത്. അതുപോലെ എന്താണ്, ഇഷ്ടം പോലെ വീടുകളെല്ലാ ഏരിയയിലും ഉണ്ടാവും. പിന്നെ വണ്ടികളൊക്കെ ഇപ്പോൾ നോമ്പ് തുറന്നിരിക്കുന്ന കാരണം റംദാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം നമ്മൾ പള്ളിയുടെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോമ്പ് തുറക്കാനുള്ള സമയം കാരണം എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ടാവും, പള്ളിയിലോട്ട് പോയി. ആണോ, ഡസ്റ്റ്ബിന് നമുക്ക് മിക്കവാറും എല്ലാവിടെയും കാണാം. വേസ്റ്റ് മാനേജ്മെൻറ്റ് പക്കയാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ഇതൊരു പുതിയൊരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇത് അടിപൊളി വീടാണ്, റോഡ് സൈഡിനോട് ചേർന്നിട്ട് നല്ല ഭംഗിയുള്ള വീടാണ്. മരങ്ങളും എല്ലാ വീട്ടിലും ഇവിടെ മരങ്ങൾ കൂടുതൽ ഇവർ വളർത്താൻ ശ്രമിക്കും. 1-2 മരങ്ങളൊന്നുമല്ല, മരങ്ങൾ ഇഷ്ടം പോലെ മരങ്ങളുണ്ടാവും. ഇതൊക്കെ ഒരു പഴയ വീടാണ് കേട്ടോ, പഴയ വീടായിട്ട് ചെയ്തിരിക്കുന്ന. ഇതൊരു ബ്യൂട്ടി പാർലറിലായിരുന്നു കേട്ടോ. മിക്കവാറും എല്ലാവിടെയും നമ്മൾ മരങ്ങൾ കൂടുതലും വളർത്തുന്നുണ്ട്. വീടുകളിൽ എങ്ങനെയായാലും എല്ലാം ജനവാസ കേന്ദ്രങ്ങളായ കാരണം ആളുകൾ കൂട്ടുകുടുംബമാണല്ലോ എല്ലാവിടെയും. ഇവിടെ കൂട്ടുകുടുംബങ്ങളായാൽ തന്നെ ഒരു വീട്ടിൽ എങ്ങനെയായാലും ഒരു 5 വണ്ടി മിനിമം ഉണ്ടാവും. 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്കും വണ്ടികളുണ്ടാവും. അതനുസരിച്ചുള്ള വരുമാനവും ഇവിടെ കിട്ടുന്നുണ്ടല്ലോ, അതിനനുസരിച്ചുള്ള ബിസിനസ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡസ്റ്റ്ബിന്ന് ആൾക്കാരുള്ളവിടെ 2 എണ്ണം അങ്ങനെ അനുസരിച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ കാണേണ്ടതാണ് കേട്ടോ. നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ, ഞാനൊരു വാർത്ത കാണാനിടയായി. ഒരു വിദേശ പൗരൻ എയർപോർട്ടിനകത്തോട്ട് എന്താ പറയുക, പഴത്തൊലി, അയാൾ കഴിച്ച പഴത്തൊലിയായിട്ട് കൊണ്ടുപോകണത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡസ്റ്റ്ബിന്ന് നോക്കിയിട്ട് ഡസ്റ്റ്ബിന്ന് കണ്ടില്ല, അതുകൊണ്ട് എയർപോർട്ടിനകത്ത് ഉണ്ടാകും പറഞ്ഞാൽ എയർപോർട്ടിനകത്തോട്ട് കൊണ്ടുപോയെന്നാണ്. ഇത് മെയിൻ റോഡാണ് കേട്ടോ. ഇതൊരു ഹിൽ വ്യൂ ഉണ്ട് അവിടെ, അതിൻ്റെ മെയിൻ വ്യൂ ഇതാണ്ടോ. ഇതൊരു ഹിൽ വ്യൂ ആണ്. ഇവിടെ രാത്രി നമ്മൾ ഒരിക്കൽ പോയിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായത്, അടിപൊളിയാണ്. അതുപോലെ ഇവിടെ ഒരു ഹിൽ വ്യൂ ഉണ്ട്. ഒമാൻ നേരത്തെ കടലിനടിയിലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ നമുക്ക് തോന്നുന്നുണ്ടോ, മലകളൊക്കെ കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെ തോന്നും. ഇതുണ്ടോ, ഇവിടെ ഈ മഴ വരുന്ന സമയത്ത് വെള്ളം വന്ന് മണ്ണ് മൊത്തം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഇട്ടിട്ട് നമ്മുടെ അങ്ങനെ സേഫ്റ്റി ആയി ചെയ്തിരിക്കുന്നു. ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം പെട്ടെന്ന് വരും. കാരണം ഈ മണൽ ടൈപ്പായിട്ടുള്ള മണ്ണായ കാരണം വെള്ളം അതിനകത്തോട്ട് ഇറങ്ങില്ല. അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് കയറും. ഇത് ഇവിടുത്തെ റൗണ്ട് അബൌട്ട് എത്താറായി. അതിപ്പോൾ റോഡിൽ വേസ്റ്റുകൾ അല്ലാതെയും അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡിൽ കാണുകയാണെങ്കിലും അതും കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കാണുന്നതൊക്കെ വീടുകളാണ്.
മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മരങ്ങൾ കൂടുതലും ഇവിടെ ഈ എലന്തിപ്പഴം പറയുന്ന മരങ്ങളാണ് കൂടുതലും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം അതിനധികം വെള്ളം ആവശ്യമില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം ഇഷ്ടം പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. പോസ്റ്റുകളൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് കേട്ടോ. ആ കാണുന്ന ആ പൂക്കളൊക്കെ കാണുന്നത് ഫുള്ള് മുരിങ്ങ മരങ്ങളാണ്. മുരിങ്ങൻ്റെ ആ വേലിയിൽ ഫുള്ള് അതാണ്. ഇഷ്ടം പോലെ മുരിങ്ങക്കായ ഉണ്ട്, വീഡിയോയിൽ കാണില്ല. ഈ കാണുന്നതൊക്കെ ഫുള്ള് എലന്തി മരങ്ങളാണ്. ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസും ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.